നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ്. 10 വയസ്സുള്ളൊരു കുട്ടി മുമ്പിൽ പോകുന്ന അമ്മ തലയിൽ വെച്ചിരിക്കുന്ന പാൽക്കുടത്തിൽ ഒരു കല്ലെറിഞ്ഞ് ആ പാൽ അഭിഷേകമായി ഒഴുകിപ്പോകുന്നൊരു ചിത്രം. നഷ്ടപ്പെടുന്ന പാലിനേക്കാൾ ആ കുസൃതിക്കുട്ടന്റെ കളിയിൽ ആ അമ്മയും ആ കുട്ടിയും ചേരുന്ന ഒരു ഇണക്കമുണ്ട്. നോ, അമ്പാടിയിലൂടെ സഞ്ചരിച്ചു നോക്കണം. ഇതിന് ബിംബങ്ങൾ എന്ന് പറയും. ആധുനിക കവികളും ചിലരങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ എഴുതാതിരുന്നിട്ടില്ല. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തുഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വണ്ടപം ചെയ്ത് അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗം അഗ്നിപൂജയിൽ അയ്യപ്പ പണികൾ. നല്ല ബിംബമാണ്. ഈ ശ്രദ്ധബിംബങ്ങൾ, ബ്രോക്കൺ ഇമേജസ്. പക്ഷെ അവയൊന്നും ദർശനത്തെ തരില്ല. ഒന്ന് മിന്നി സുഗന്ധം മറയും. കവിതയെ ദർശനം, ദർശനത്തെ കവിത ആശ്ലേഷിച്ചു നിൽക്കുമ്പോൾ ഒരു ബിംബമുണ്ട്. സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾക്ക് ജനറലായി പറഞ്ഞതല്ല. അതിൽ നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞതാണ്. ഗുരുദേവന്റെ ഈ ശ്ലോകം അതുല്യമായൊരു ബിംബത്തെയാണ്. കാലത്തെ ഇറങ്ങി സൂര്യനെ കണ്ട് രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോൾ ഞാനും നിങ്ങളും അറിയുന്നില്ല, ഈ രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ ആയുസ്സാണ് തിന്നു തീർക്കുന്നത്. എന്നെ കൊന്നു തിന്നുന്ന രണ്ടുപേരാണിവരെന്ന് ഞാൻ അറിയുന്നില്ല. ദിനേശനും ഇന്ദുവുമാകുന്ന രണ്ട് കന്തുകം അമ്മാനമാടി ഈ ജനങ്ങളെ കൊന്നു തിന്നുന്ന സംഹാരദേവ, ബിംബം മനസ്സിലായോന്നറിയില്ല. ഹേ രുദ്ര, അവിടുന്ന് ഇടത്ത് കൈയിൽ ഒരു പന്തു വലത്ത് കൈയിൽ ഒരു പന്തു വിട്ട് അമ്മാനമാടുമ്പോൾ ഞങ്ങളുടെ ആയുസ്സെല്ലാം തീരുക. ഇതൊരു കാവ്യഭാവന. വീട്ടിൽ പോയി പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു നോക്കും. ഇത് വല്ലതാണോ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കാനുള്ളത്? എത്രത്തോളം ഭാവസാന്ദ്രമാണ് ആ കവിത എന്ന് ആലോചിച്ചത്. ആലോചിക്കും തോറും ചമൽക്കാരം ഉണ്ടാവും. ഇവിടെ നീ അമ്മാനമാടുമ്പോൾ ഈ ജനങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയും പ്രതീക്ഷയും സംഗതവും മണ്ണോടെണ്ണം നീ ജയിക്കും. കാരണം നീ അമ്മാനമാടി കളിക്കുകയാണ്. നിന്റെ കളി അരങ്ങ് തകർക്കുകയാണ്. ഞങ്ങളോ മണ്ണോട് ചെയ്തു. എന്തെല്ലാം ആശകൾ, പ്രതീക്ഷകൾ, സംഗതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശു എല്ലാം. ഒന്നോർത്താൽ ഈ കളിയിൽ നിനക്ക് മാത്രമേ ജയമുള്ളൂ. നിന്നെ അക്കരെ വന്ന് കണ്ടപ്പോൾ നിന്റെ സൂക്തി ഇതായിരുന്നു, ആ കളിയിലൊരിടം എനിക്ക് തരയണമേ. മനസ്സിലായില്ല? ഗംഭീരമായ ബിംബമാണ്. നീ നോക്കിക്കോ ആ ബിംബത്തിന്റെ പൊരുളറിയാൻ. ദിനേശൻ ഇന്ദു എന്ന് രണ്ട് കന്തുകം, സൂര്യൻ ചന്ദ്രൻ എന്ന രണ്ട് പന്തുകൾ. പന്ത്, കന്തുകം, പന്ത്, രണ്ട് ഗോളങ്ങൾ.
ദിനം ദിനം ദിവസേന, ഓരോ ദിവസവും രാത്രിയും പകലും ശനയിലുയർന്നുയർന്നു വന്നു കൊന്നു തിന്നിടും. സാവധാനത്തിൽ മാറി മാറി ഉദിച്ചു പൊങ്ങി ജനങ്ങളുടെ ആയുസ്സിനെ അപഹരിക്കുന്നു. ഇത് കലിയായതുകൊണ്ട് നമ്മളിത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ പോകുന്നത് നമ്മുടെ ആയുസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതേയില്ല. എത്ര പെട്ടെന്നാണ് ഈ ആയുസ് പോകുന്നത്. നൊടിയിട കൊണ്ട് ആയുസ് പോയി കിട്ടും. ഇവരുദിച്ചുയർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഉയർന്നു, ഒന്ന് താന്നു, അത് ഉയർന്നു, ഇത് താന്നു. ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് അമ്മാനമാടുമ്പോഴാണ്. ശരിയല്ല. ഈ രണ്ട് പന്തുകൾ അങ്ങ് മനം കവിഞ്ഞു മാറിയാടും. അങ്ങ് മനം നിറഞ്ഞ് ഈ രണ്ട് പന്തുകളെ അവിടുന്ന് മനം നിറഞ്ഞ് ആനന്ദിച്ച് ആടുകയാണ്, അമ്മാനമാടുക. അമ്മാനമാടുന്ന അങ്ങ് ആ പന്തിൽ ഏകാഗ്രമായി കളിക്കുകയാണ്. ഞങ്ങളെ നോക്കുന്നതേയില്ല. അങ്ങ് മനം കവർന്നാടുക. ഈ ജനം നിനയ്ക്കുമൊക്കെയും, ഈ ലോകവാദികളായ ജനങ്ങൾ അവരുടെ അഭിലാഷങ്ങളെല്ലാം നിനയ്ക്കുമൊക്കെയും വിചാരിക്കുന്നതെല്ലാം എന്തെല്ലാം വിചാരിച്ചായി ചെയ്യുന്നത്. എന്തുമാത്രം അഭിലാഷങ്ങളുണ്ട്. ഒന്ന് എഴുതി വെച്ചാൽ ആശ, അതിന് വല്ല അതിർത്തിയുണ്ടോ? കരതല ഭിക്ഷ തരുതല വാസ തദവി നമുഞ്ചത്യാശാപാശ. സന്യാസിയായി കരതലത്തിൽ ഭിക്ഷ വാങ്ങിച്ച് ജീവിക്കുക, തരുതലത്തിൽ കിടന്നുറങ്ങുക, എന്നാലും ആശയ്ക്ക് ഒരു കുറവില്ല. ആശകളുടെ കൂടുകെട്ടിയാണ് ഈ ജീവിക്കുന്നത്. ഈ ആശയും അഭിലാഷവും വിചാരവുമെല്ലാം ജനം നിനയ്ക്കുമൊക്കെ വിചാരിക്കുന്നത് അത്രയും മണ്ണൊടുങ്ങും. അതൊക്കെ മണ്ണടിയും. ആശിച്ച് ജീവിച്ചവൻ ഒരാറടി മണ്ണിൽ ഒടുങ്ങുക. അവൻ മാത്രമല്ല, അവന്റെ ആശകളും. ചിരപ്രതീക്ഷിതങ്ങളായ സകല ആശകളും ഒടുങ്ങുകയാണ്. ആദി ദൈവമേ, ഹേ ആദിപുരുഷനായുള്ളവേ, അങ്ങ് മാത്രം ജയിക്കും. ജയിക്കും ആദി ദൈവമേ, അവിടുന്ന് മാത്രം ജയിക്കുന്നു. കാരണം അങ്ങ് കളിക്കുകയാണ്. പിന്നെ ജയിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മണ്ണൊടുങ്ങാതിരിക്കാനും പറ്റില്ല. നല്ല ബിംബമാണോ? ഇതൊരു 5 വയസ്സിൽ പഠിച്ചാൽ എത്ര മര്യാദയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. ഒരു 5 വയസ്സിൽ കുഞ്ഞിന് ഇതൊന്ന് ചൊല്ലിക്കൊടുത്തിട്ട്, ദേ മോനെ, ഇതാണ് സത്യം. നിന്റെ അച്ഛൻ, നിന്റെ അപ്പൂപ്പൻ, നിന്റെ അപ്പൂപ്പന്റെ തന്ത ഒക്കെ ഒരുപാട് ആശിച്ചതാണ്. അവരൊക്കെ ഈ മണ്ണിൽ ഒടുങ്ങിയിട്ടുണ്ട്. നീ കാണുന്ന ആ മാറാഞ്ചേമ്പും ആ വാഴയും കൊലച്ചത് അവരുടെ ആശയുടെ ചാരത്തിൽ നിന്നാണ്. ഇവിടെ ആശിച്ച് ജീവിച്ച നിന്റെ അപ്പൂപ്പനെ, നിന്റെ അച്ഛനെ, നിന്റെ അപ്പൂപ്പന്റെ അച്ഛനെ അവിടെ ദഹിപ്പിച്ച ആ ചാരം തട്ടിക്കൂട്ടി അതിൽ വെച്ച മാറാൻ ചേമ്പാണ് ആ പൂത്തൊലഞ്ഞു നിൽക്കുന്നത്. അവിടെ തൂയ എള്ളാണ് പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നത്. അവിടെ വെച്ച വാഴയാണ് കൊലച്ചു നിൽക്കുന്നത്. അവിടെ നിന്ന് തെങ്ങാണ് ആ മറിഞ്ഞു കിടക്കുന്നത്. മോനെ, മണ്ണൊടുങ്ങിയ ആശകളുടെ ശ്മശാനത്തിൽ നിന്നാണ് നീ ഉണർന്നു വന്നിരിക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും നീ നിന്നെ അറിയാൻ ശ്രമിക്കൂ, ആശിക്കാതെ. ബിംബം കൊള്ളാവോ? സമാധി ദിവസം പഠിക്കാൻ പറ്റിയ ബിംബമാണോ? എന്തെന്ത് ആശകൾ!
എത്ര അത്ഭുതങ്ങൾക്ക് കാതോർത്തു നിൽക്കുന്ന പ്രതീക്ഷകൾ, എത്രയെത്ര ഇതിഹാസങ്ങൾ. എത്ര തുച്ഛമാണ് ഈ ആയുസ്. ഇത് കേൾക്കുമ്പോൾ സന്തോഷം വരും. കുട്ടിക്കാലത്ത് കേട്ടാൽ, ഇപ്പൊ കേട്ടാൽ പേടിയാവും. അതാ ചോദിച്ച, കുട്ടികൾക്ക് പേടിയാകുകയില്ല. കുട്ടികൾക്ക് പേടിയാവില്ല, നമുക്ക് പേടിയാവും. കാരണം വെച്ചാൽ നമ്മളിപ്പോഴും ആശയുടെ ഗോപുരത്തിന് മുകളിലായിരിക്കും. ഇത് മുഴുവൻ അടങ്ങി മണ്ണൊടുങ്ങുമെന്ന് പറയുമ്പോഴേക്ക് മറ്റവന് ആ മണ്ണുകൊണ്ട് അപ്പം ചുട്ട് തട്ടിയെറിഞ്ഞ് കളിക്കുന്ന കളിയുടെ ഒരു സുഖം കിട്ടും. അത് കഴിഞ്ഞാൽ അവൻ ഈ പന്തെടുത്ത് കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് കുട്ടിക്കാലത്ത് കിട്ടണം. കുറച്ചൊക്കെ ഉണ്ടാക്കി, കുറച്ചൊക്കെ പ്രതീക്ഷിച്ച്, കുറെയൊക്കെ ആശിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? പണ്ടൊരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വഴിയാത്രക്കാരൻ കയറി ചെന്നു. സുമുഖനാണ്. നേരെ കയറി ചെല്ലുന്നു. അപ്പൊ നേരെ കയറി ചെന്ന് ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്നു. കയ്യിലൊന്നുമില്ല, ആയുധമൊന്നുമില്ല. ഒരായുധവും ഇല്ലെങ്കിലും എന്റേതാണെന്ന് വിചാരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന രാജാവും പരിവാരങ്ങളും യുവരാജാവും മന്ത്രിമാരും ബാക്കിയുള്ളവരുമൊക്കെ ചാടിയേറ്റു. സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റിയുടെ കയ്യിലും ഇവരുടെ കയ്യിലും ഒക്കെ കുറേലും ആളുകളും ആയുധങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആയുധമില്ലാതെ കയറി വന്നേ അവനെ ഒരു ഭയം ഉണ്ടാവും. ശരിയല്ല. നാളെ രാവിലെ ഒരായുധമില്ല ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കി. ഒരായുധം കൂടെ നമ്മുടെ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ കയറി ചെന്ന് നോക്കി. അവൻ ഇതുവരെ ചെയ്ത പാപത്തിന്റെ മുഴുവൻ ഭയം അവനുണ്ടാവും. ഭയന്ന് വിറച്ച് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? വന്ന ആഗതൻ മെല്ലെ ആ സിംഹാസനം ചൂട്ടിയിട്ട് പറഞ്ഞു, ഈ വഴിയമ്പലത്തിൽ അല്പനേരം ഇരുന്നോട്ടെ. അക്ഷോഭ്യനായിട്ടാ പറഞ്ഞു. രാജാവ് ചൂടായിട്ട് വെച്ചത്, വഴിയമ്പലമോ? ഇതെന്റെ സിംഹാസനമാണ്. ശരി രാജൻ, അങ്ങയ്ക്ക് മുമ്പ് ഇതിൽ ആരാണിരുന്നത്? അങ്ങ് 3 കൊല്ലം മുമ്പ് ഒരു ബുധനാഴ്ചയല്ലേ സിംഹാസനാരൂഢനായത്? അതിനു മുമ്പും ഈ സിംഹാസനത്തിൽ ആരോ ഉണ്ടായിരുന്നല്ലോ, എന്റെ അച്ഛൻ. ഓ, അതിനു മുമ്പോ രാജൻ? എന്റെ അപ്പൂപ്പൻ. അതിനു മുമ്പ് എത്ര പേരുടെ വരെ പറയും രാജൻ? ഞങ്ങൾ 18 രാജാക്കന്മാർ ഒരേ വംശത്തിൽ. അതിനു മുമ്പ് മറ്റൊരു രാജവംശം. നാളെയോ രാജൻ? എന്റെ മകൻ രാജൻ ഞങ്ങളുടെ നാട്ടിലെ നിഘണ്ടുവിൽ പലരും മാറി മാറിയിരിക്കുന്ന സ്ഥലത്തിന് വഴിയമ്പലമെന്നാ പറയുക. മനസ്സിലായില്ല ബിംബം? 2 സങ്കല്പ. രാജാവ് ഇരിക്കുന്നിടത്തോളം പരിമിത കാലം കാണുന്നു. അതിന്റെ സമഗ്രമായ കാലം ഒരു ബിംബമായി കാണുമ്പോൾ ആ വഴിപോക്കൻ ചിരിക്കാൻ കഴിയുന്നവനായി കാണുന്നു. രാജാവോ തൻ്റേതെന്ന മമതയിൽ കാണുമ്പോൾ ചൂടാകും. ഇതിനെ ഇത്ര ചൂടാകുന്നേ? ഇതൊക്കെ ഇട്ടിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ, പിച്ചാത്തിക്ക്, ചട്ടുകത്തിന്, ഒരു തവി ചോറിന്, ഒരു തുണ്ട് ഭൂമിക്ക്, ഇതൊക്കെ ഈ ദിനേശനും ഹിന്ദുവും പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ പോയി കിട്ടും. ഇതൊരറിവായി നമ്മുടെ വൈകാരിക വ്യക്തിത്വത്തിൽ വീണാൽ നമ്മൾ മാറും. മാറിയേ പറ്റൂ. അതുളവാക്കുന്ന ഒരു ലോകം. ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മൾ മാറി മറിയും. ആ ബിംബമായി ഗുരുദേവൻ ഉപയോഗിച്ച ഈ ബിംബം അസാധാരണം തന്നെയാണ്. നമ്മൾ എന്നും കാണുന്നതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ഈ ബിംബം ഇങ്ങനെ നോക്കിയിട്ടില്ല. കാര്യം നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ കന്യാകുമാരിയിലും പോയിട്ടുണ്ട്. ഇവൻ താഴുന്നതും മറ്റവൻ പൊങ്ങുന്നതും ഒരുമിച്ച് കാണുന്നത്. എന്നാലും സദാശിവൻ ഇതെടുത്ത്
അമ്മാനമാടുകയാണെന്ന് നമുക്ക് തോന്നിയില്ല. ഇത് അമ്മാനമാടുമ്പോൾ അല്ലയോ ആദി ദൈവമേ, അവിടുന്ന് സൂര്യചന്ദ്രന്മാരാകുന്ന പന്തുകൾ കൊണ്ട് മനം കുളിർക്കെ അമ്മാനമാടുന്നു. തൽഫലമായി ദിവസേന അവ മാറി മാറി ഉദിച്ചുയരുന്നു. ജനങ്ങളുടെ ആയുസ്സിനെയും സംഭരിക്കുന്നു. ഭൗതികങ്ങളായ ആശകളും പ്രതീക്ഷകളും സങ്കടങ്ങളുമായി കഴിയുന്ന ആ ജനങ്ങളുടെ ആശകളെല്ലാം, സങ്കടങ്ങളെല്ലാം, പ്രതീക്ഷകളെല്ലാം അതോടെ മണ്ണടിയുന്നു. അല്ലയോ ദൈവമേ, അവിടുന്ന് മാത്രം ജയിക്കുന്നു. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവത് ലീലയാണ്. ഇതവിടുത്തെ ലീലയാണ്, അവിടുത്തെ ചമത്കാരമാണ്. ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരെ എടുത്ത് അമ്മാനമാടുന്നതാണെന്ന് രൂപകം. അത്തരം രൂപകങ്ങളൊക്കെ സ്വച്ഛന്തമായി വരിക, കവിത സ്വയമേവാഗതമാവുക. ഇന്ന് മത്സരിക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്ന നിഘണ്ടുവും വെച്ച് കവിത എഴുതി ഉണ്ടാക്കുക, ഒരു കവിയാകാൻ. അങ്ങനല്ല, സ്വച്ഛന്തമായി വരിക. അതുകൊണ്ട് കാലം കൊന്നു തിന്നുന്നു എന്ന്, നമ്മളെ കൊന്നു തിന്നുന്ന കാലം. ഈ സൂര്യനും ചന്ദ്രനും ഉദയാസ്തമനങ്ങൾക്കനുസരിച്ച് നീങ്ങുമ്പോൾ നമ്മളിലൊരു സമയബന്ധിതമായ മാനമുണ്ട്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സൈറ്റോക്രോം, ഒരു കോശമാപിനി. അതിത്ര വിഭജനമെന്ന് കൃത്യമായി പറയും. അവിടെ വെച്ച് തീരും. ആ സമയമാപിനിയാണ് ഇതിന് കാരണം. എന്നാൽ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യം മാത്രം അറിയുന്നില്ല. അവർക്ക് ഈ കളിയുടെ രഹസ്യം മാത്രം അറിയാൻ കഴിയുന്നില്ല. താർക്കികന്മാർ, വൈയാകരണന്മാർ, ശാസ്ത്രങ്ങൾ എല്ലാം കണ്ടതും കേട്ടതും എല്ലാം അപഗ്രഥിക്കുന്നു. ശബ്ദം എടുത്ത് അപഗ്രഥിക്കുന്നു, രൂപം അപഗ്രഥിക്കുന്നു, എല്ലാം അപഗ്രഥിക്കുന്നു. ഈ കളി തുടങ്ങിയ ഭഗവാനെ അവർ അറിയാൻ ശ്രമിക്കുന്നില്ല. ബാക്കിയെല്ലാം അവർ അപഗ്രഥിക്കുന്നു. അവർ അഭിലാഷങ്ങളുമായി മണ്ണടിയുന്നു. താർക്കികന്മാരും വൈയാകരണന്മാരും പുരോഹിതന്മാരും സന്യാസിമാരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും എല്ലാം. ഗൃഹസ്ഥൻ ഒരു ഭാഗത്ത് ഒരു കൊച്ചിന്റെ കാല് കണ്ട് അതിനെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് മരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉരുളി കമത്താനും ഒക്കെ പോകുന്നു. സന്യാസി ഇതെല്ലാം ഒരുത്തനെ ഏൽപ്പിച്ചു പോകാൻ വേണ്ടി ശിഷ്യനെ കിട്ടാൻ അതിനുള്ള യാഗങ്ങളും ഒക്കെ നടത്തി ഓടുന്നു. ഈ അഭിലാഷത്തിനിടയിൽ ഒരു ദിവസം അങ്ങ് പോകും, മണ്ണടിയും. അപ്പൊ എല്ലാ ആശകളും ധനാശകളും എല്ലാം സകല ചിന്തകളും ഇതോടെ മണ്ണടിയുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങ് മാത്രം ജയിക്കുന്നു. ജഡസ്വരൂപമായ ലോകവും മംഗളസ്വരൂപമായ ശിവവും വേർതിരിച്ചറിയുക. ശവവും ശിവവും. ശവത്തിന് പിന്നാലെ പോകുന്നതിന് പകരം ശിവത്തിന് പിന്നാലെ പോയി ഈ കളി എറിയുക എന്ന് പഠിപ്പിക്കുക. വീണ്ടും അടുത്തു 5. ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്നിതെന്ന് അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങ് അങ്ങുമിങ്ങും ആയി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ. ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്ന് ഏതെന്ന് അടിയനില്ല കാംക്ഷിതം. ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങും ആയി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ. ദൈവമേ നിനയ്ക്ക
ദൈവമേ അവിടുന്ന് മനസ്സിലാക്കുക, എൻ്റെ ഒരു വിഷമാണെന്ന് മനസ്സിലാക്കുക. വളരെ പ്രാർത്ഥിച്ച് വിനീതനായി പറയുന്നതാണ്. അല്ലയോ ഭഗവാൻ, അല്ലയോ ദൈവമേ, അവിടുന്ന് ഇതൊന്ന് മനസ്സിലാക്കുക. എന്തേ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ? അതുപോലെ ഭക്തൻ ഭഗവാനോട് പരിദേവനം ചെയ്യുന്ന രംഗമാണ്. ഭക്തിയുടെ നല്ലൊരു ഭാവമാണ്. നേരിട്ട് കാണുമ്പോഴാണ് ഈ പരിദേവനമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ, സ്തുത്യാദികളിലൂടെ ഒക്കെ പല വഴികൾ പറയുന്നു. ഭക്തിക്ക് പല രീതികളുണ്ട്, നവവിധ മാർഗങ്ങളും മറ്റുമുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിൽ ആത്മനിവേദനത്തിലൊക്കെ എത്തും. കണ്ടാ പറയുന്നത്. വേറൊരാൾ നോക്കിയാൽ ഭ്രാന്ത് പറയുകയാണെന്ന് തോന്നും. നമുക്ക് കാണാൻ ആരും ഉണ്ടാവില്ല, ഭക്തൻ കാണുന്നുണ്ടാവും. ഭഗവാനോട് പരിദേവനങ്ങൾ പറയുന്ന, ഭക്തി സാധുവാകുന്ന രംഗമാണ്. തന്റെ ഭഗവാനെ പ്രപഞ്ചാതിശായിയായി കണ്ടു. ഭഗവാൻ കളിക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുകയാണെന്ന് അറിഞ്ഞു. എന്റെ ആ ക്രമവികാസം നോക്കണം. ഭഗവത് സ്വരൂപം ദർശിച്ചു. ആ സ്വരൂപം ശുഭമാണെന്ന് അറിഞ്ഞു. ഒന്നാം ശ്ലോകത്തിൽ മംഗളമാണെന്നറിഞ്ഞു. അമംഗളമെന്ന് പറയുന്നതൊന്നും അമംഗളമല്ല, അങ്ങയുടെ ശുഭമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഭഗവത് ദർശനം സാധിച്ചിട്ട് അതിനെ വിരാട് രൂപമായി കണ്ടു. അമ്പിളിത്തെല്ലും ഗംഗയും എല്ലാം നിറഞ്ഞ് വിശ്വാകാരമായി കണ്ടു. ആ ഭഗവാന്റെ കരത്തലങ്ങളിൽ അമ്മാനമാടുന്ന സൂര്യചന്ദ്രന്മാരെ കണ്ടു. ആ ദിനരാത്രങ്ങളിൽ ആയുസ് നഷ്ടപ്പെടുന്ന ആശകളെ കണ്ടു. ഈ സംസാരം വിട്ടൊഴിഞ്ഞക്കരെ എത്തുമ്പോൾ കാത്തിരിക്കുന്ന പൂർണ്ണനായ അവിടുത്തെ കണ്ടു. ആ പാദങ്ങളിൽ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആയുസ് നഷ്ടപ്പെടുന്ന പ്രപഞ്ച പ്രതിഭാസത്തിൽ വിജയശ്രീലാളിതനാകുന്ന അങ്ങയെയും ദർശിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പരിദേവനം സമർപ്പിക്കുകയാണ്. ഇത്ര ഓർക്കണം ഒരുമിച്ച്. ആദ്യം മോലെടുത്തത് മറന്നുപോലും. ആദ്യ ശ്ലോകം മുതൽ സജീവമായൊരു ചിത്രം മുമ്പിൽ വേണം. മംഗളരൂപിയായ ശിവൻ. ആ കരുണാമൂർത്തിക്ക് മുന്നിൽ അമംഗളങ്ങളെല്ലാം കാരുണ്യത്തിന്റെ മംഗളങ്ങൾ മാത്രം. രണ്ട്, ഈ സംസാരം താണ്ടിക്കടന്ന് ഒരു വിധത്തിൽ ഏകാഗ്രത വന്ന് ഈ സംസാര സമുദ്രത്തിനക്കരെ എത്തിയപ്പോൾ നിർമ്മമനായി നിൽക്കുന്ന അവിടുത്തെ ഞാൻ ദർശിച്ചു. ഹേ ഭഗവൻ, അവിടുന്ന് നിത്യമുക്തനായി നിർമ്മമനായി നിലകൊള്ളുന്നു. ഈ ഉള്ളവനെ ഉപദേശിച്ച് അവിടുത്തെ നിർമ്മമമായ ആ സത്യം എന്നിലേക്ക് പകർന്ന്
എന്നെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ചേർക്കണമേ. വീണ്ടും അങ്ങയ്ക്ക് മുന്നിൽ ഞാനിതാ ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. അല്ലയോ ഭഗവൻ ദൈവമേ, പ്രകാശരൂപനായവനെ, സമസ്ത ചരാചരാന്തർഭൂതമായിരുന്ന് പ്രകാശിച്ച് ബോധസ്വരൂപനായിരിക്കുന്നവനെ, നിനക്ക് അവിടുന്ന് അറിയുക, നീയും ഞാനും ഒന്ന് തന്നെ. എന്റെ ഭ്രമമൊക്കെ പോയിരിക്കുന്നു. നീയും ഞാനും ഒന്ന് തന്നെ, അങ്ങും ഞാനും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് നിന്നിലെത്തണം. നിന്നിൽ നിന്ന് വേറിട്ട, നിന്നെ മറന്നുള്ള, വിഷയഭ്രമത്തിൽ പെട്ടുള്ള ഈ ജീവിതം എന്നെ നശിപ്പിച്ചിരിക്കുന്നു, എന്നെ ദുഃഖിയാക്കിയിരിക്കുന്നു. ഒരു ദുഃഖമേ എനിക്കുള്ളൂ, അത് നിന്നെ വിട്ടതിന്റെ ദുഃഖമാണ്. നിന്നിലേക്ക് എത്തിയാൽ ഞാൻ സുഖിയാണ്. നിന്നിലെത്തുമ്പോഴാണ് ഞാൻ സുഖിക്കുന്നതല്ല. കേൾക്കാൻ സുഖമാണെങ്കിലും സുഖം ഭഗവാനിലാണെന്ന് എങ്ങനെയാ തെളിവ്? ആനന്ദമായിരിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ അവന്റെ ചിത്തക്രിയ വിഷയാകാരമായി ഭ്രമിപ്പിച്ചാൽ സംഘർഷമായി. ആ വിഷയം തീർന്നാൽ വീണ്ടും അവൻ ശാന്തനായി. അവൻ അത്രയും സഞ്ചരിച്ച സംഘർഷം ശാന്തിയോട് ചേർത്ത് വെച്ച് വിഷയമാണ് ശാന്തി എന്ന് തെറ്റിദ്ധരിക്കുന്നതായി. ഇതാണ് ഈ പ്രപഞ്ചം. ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, ചിങ്ങമാസമായി, ഓണം വന്നു. പ്ലാവിൽ ഒരു ചക്ക കിടക്കുക, വേറെ എങ്ങുമില്ല. പ്ലാവിന്റെ എങ്ങ് തുഞ്ചത്താ കിടക്കുക, ഒറ്റ ചക്കയുള്ളൂ. ഓണത്തിന് ചക്ക ചേർത്തൊരു അവിയൽ വെക്കുക അസുലഭമായി കിട്ടിയ ഭാഗ്യമാണെന്ന് കരുതി. ഇതിടുമ്പോ ആരെങ്കിലും വന്നാൽ ഒരു പങ്ക് കൊടുക്കണം. ചെറിയ ചക്കയാണ്, മനസ്സിലായില്ല. ഇടുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ ഒരു പങ്ക് കൊടുക്കണം. ആ ചക്ക കണ്ണിൽപ്പെട്ട നിമിഷം മുതൽ നിങ്ങൾക്കുള്ളത് ശാന്തിയാണോ അശാന്തിയാണോ? ശാന്തി എന്നും വായിക്കാം, അശാന്തി എന്നും വായിക്കാം. അശാന്തിയാണ് അല്ലേ? കാരണം എങ്ങനെ ഇടും? ആരിട്ട് വരും? ആരെയും കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ആ ചക്കയായി നിങ്ങളുടെ ബോധം പരിണമിച്ചപ്പോൾ ബോധം ബോധമല്ലാതായി ചക്കയായി. ഇനി ഈ ചക്കബോധമൊന്ന് തീരുന്നവരെ അശാന്തിയാണ്. ഒന്നുകിൽ അതരിഞ്ഞ് അവിയലാക്കി കൂട്ടി ആ കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി, അശാന്തി തീർന്നു.